ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് 2ലേക്ക് കടക്കുകയാണ്. അതിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന മൊഡ്യൂള് ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറിയാണ്. അപ്പോൾ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് 1ൽ ഓൾറെഡി ടൈം ഇൻഡിപെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറി ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ എന്താണ് ടൈം ഇൻഡിപെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറിയും ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറിയും തമ്മിലുള്ള വ്യത്യാസം? ഓക്കെ, സോ നമുക്കറിയാം പെർട്ടർബേഷൻ തിയറി എന്ന് പറയുന്നത് തന്നെ അതൊരു അപ്രോക്സിമേഷൻ മെത്തേഡാണ്. അതായത് ക്വാണ്ടം മെക്കാനിക്സിൽ എക്സാക്ട്ലി സോൾവബിൾ അല്ലാത്ത പ്രോബ്ലംസ് ഡീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത 3 അപ്രോക്സിമേഷൻ മെത്തേഡുകളായിരുന്നു ടൈം ഇൻഡിപെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറിയും വേരിയേഷണൽ മെത്തേഡും അതേപോലെ WKB അപ്രോക്സിമേഷൻസ്. അപ്പോൾ ഇതിൽ നമ്മൾ ടൈം ഇൻഡിപെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറി അപ്ലൈ ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കേസ് എന്ന് പറയുന്നത് വി ഹാവ് ഡെൽറ്റ് സോ ഫാർ വിത്ത് ഹാമിൽട്ടോണിയൻസ് ദാറ്റ് ഡു നോട്ട് ഡിപ്പെൻഡ് എക്സ്പ്ലിസിറ്റ്ലി ഓൺ ടൈം. അതായത് ഇത്രയും നാൾ ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ ഡീൽ ചെയ്തിരുന്ന പ്രോബ്ലങ്ങളിലൊക്കെ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് ടൈം ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. ഓക്കെ, അതായത് നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സിൽ ഡീൽ ചെയ്ത പ്രോബ്ലംസ് ഒക്കെ ആലോചിച്ച് നോക്കിക്കോളൂ. അപ്പോൾ ഹാർമോണിക് ഓസിലേറ്റർ എടുക്കുന്നു. ഹാർമോണിക് ഓസിലേറ്റർ എടുത്തു കഴിഞ്ഞാൽ -h⁻² d²/dx² + ½ m⁻² ആണ് അതിൻ്റെ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത്. ഹൈഡ്രജൻ പ്രോബ്ലം എടുത്തു. -h⁻² -e²/4πε0 r എന്ന് പറയുന്ന ഹാമിൽട്ടോണിയൻ. അപ്പോൾ നമ്മൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ടൈം ഇൻഡിപെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറിയിലേക്ക് വരുമ്പോൾ നമ്മൾ സ്റ്റാർക്ക് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരു അഡീഷണൽ പെർട്ടർബേഷൻ വന്നാൽ പോലും ഹാമിൽട്ടോണിയൻ ഇൻ ടോട്ടൽ ഒരു ടൈം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഹാമിൽട്ടോണിയൻസ് ആയിരുന്നു. അതേസമയം ഇൻ നേച്ചർ ദ മോസ്റ്റ് ക്വാണ്ടം ഫിനോമിന ആർ ഗവേൺഡ് ബൈ ടൈം ഡിപ്പെൻഡൻറ്റ് ഹാമിൽട്ടോണിയൻ. ഓക്കെ, അപ്പോൾ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സ് 1ൽ നമ്മൾ ഡീൽ ചെയ്ത പ്രോബ്ലംസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് പ്രോബ്ലംസ് മാത്രമേ ഡീൽ ചെയ്തിട്ടുള്ളൂ. അതായത് ടൈം ഇൻഡിപെൻഡൻറ്റ് ഹാമിൽട്ടോണിയൻസുമായിട്ടുള്ള പ്രോബ്ലംസ് മാത്രമേ നമ്മൾ ഡീൽ ചെയ്തിട്ടുള്ളൂ. പക്ഷേ കൂടുതൽ ക്വാണ്ടം ഫിനോമിനകളിലും ഹാമിൽട്ടോണിയൻസ് എന്ന് പറയുന്നത് എന്താണ്? ടൈം ഡിപ്പെൻഡൻ്റ് ആണ്. So we are going to consider approximation methods treating Hamiltonians that depend explicitly on time. അപ്പോൾ ടൈം ഡിപ്പെൻഡൻറ്റ് ഹാമിൽട്ടോണിയൻസ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അപ്രോക്സിമേഷൻ മെത്തേഡുകളിലേക്കാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അവിടെയാണ് ഈ പറഞ്ഞ ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറിയുടെ ആവശ്യങ്ങൾ വരുന്നത്. ഇപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ടു സ്റ്റഡി ദ സ്ട്രക്ചർ ഓഫ് മോളിക്യുലാർ ആൻഡ് അറ്റോമിക് സിസ്റ്റംസ് we need to know how electromagnetic radiation interacts with the system. അതായത് ഒരു അറ്റോമിക് സിസ്റ്റത്തെ പറ്റിയോ മോളിക്കുലാർ സിസ്റ്റത്തെ പറ്റിയോ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റഡി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഈ സിസ്റ്റംസുമായിട്ട് എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരം കേസുകളിലൊക്കെ നമുക്ക് ടൈം ഡിപ്പെൻഡൻറ്റ് ഹാമിൽട്ടോണിയൻസ് ആയിരിക്കും ഉണ്ടാവുക. ടൈം ഡിപ്പെൻഡൻറ്റ് ഹാമിൽട്ടോണിയൻസിനെ ഉപയോഗിച്ച് ടൈം ഡിപ്പെൻഡൻറ്റ് ഹാമിൽട്ടോണിയൻസ് ഉള്ള പ്രോബ്ലങ്ങളെ ഏതെങ്കിലും അപ്രോക്സിമേഷൻ മെത്തേഡ്സ് ഉപയോഗിച്ച് സോൾവ് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ അവിടെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരിക ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറി ആയിരിക്കും. Now, the molecular and atomic spectroscopy deals in essence with the absorption and emission of electromagnetic radiation by molecules and atoms. ഇത് നമുക്കറിയാം, നിങ്ങൾ ഓൾറെഡി സ്പെക്ട്രോസ്കോപ്പി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്പെക്ട്രോസ്കോപ്പിയുടെ എസൻസ് എന്ന് പറയുന്നത് തന്നെ ഈ പറഞ്ഞ ദി അബ്സോർപ്ഷൻ ആൻഡ് എമിഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ബൈ മോളിക്യൂൾസ് ആൻഡ് ആറ്റംസ്. അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്ന ആറ്റംസോ മോളിക്യൂൾസോ ആണെങ്കിൽ അത് ഈ പറഞ്ഞ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അബ്സോർബ് ചെയ്തുകൊണ്ട് എക്സൈറ്റഡ് സ്റ്റേറ്റുകളിലേക്കും അല്ലെങ്കിൽ എക്സൈറ്റഡ് സ്റ്റേറ്റുകളിൽ നിന്ന് എമിഷൻ നടത്തിക്കൊണ്ട് ഗ്രൗണ്ട് സ്റ്റേറ്റുകളിലേക്കും എന്ത് ചെയ്യാം? ഈ പറഞ്ഞ ട്രാൻസിഷൻസ് നടക്കാം. അപ്പോൾ ഇത്തരമുള്ള ട്രാൻസിഷൻസ് ഒക്കെയാണ് പ്രധാനമായും ഈ പറഞ്ഞ മോളിക്കുലർ ആൻഡ് അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പിയിൽ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ആസ് എ സിസ്റ്റം അബ്സോർബ്സ് ഓർ എമിറ്റ്സ് റേഡിയേഷൻ ഇറ്റ് അണ്ടർഗോസ് ട്രാൻസിഷൻ ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ. ഞാനിപ്പോൾ പറഞ്ഞു, അതായത് ലോവർ എനർജി സ്റ്റേറ്റുകളിൽ നിന്നും ഹയർ എനർജി സ്റ്റേറ്റുകളിലേക്കും അബ്സോർപ്ഷൻ വഴിയായും ഹയർ എനർജി സ്റ്റേറ്റുകളിൽ നിന്ന് എമിഷൻ വഴിയായി ലോവർ എനർജി സ്റ്റേറ്റുകളിലേക്കും ട്രാൻസിഷൻസ് നടക്കാം. അപ്പോൾ the time dependent perturbation theory is most useful for studying processes of absorption and emission of radiation by atoms, or more generally for treating the transitions of quantum systems from one energy level to another. അതായത് ഇത്തരത്തിൽ അബ്സോർപ്ഷൻ എമിഷൻ, റേഡിയേഷൻ്റെ അബ്സോർപ്ഷൻ എമിഷൻ വഴി
ട്രാൻസിഷൻസ് നടക്കുന്ന കേസുകളിൽ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ഫോർ ട്രീറ്റിംഗ് ദ ട്രാൻസിഷൻസ് ഓഫ് ക്വാണ്ടം സിസ്റ്റം ഫ്രം വൺ എനർജി ലെവൽ ടു അനദർ. നമുക്കറിയാം അറ്റോമിക് സിസ്റ്റംസ് അല്ലെങ്കിൽ മോളിക്കുലാർ സിസ്റ്റംസ് എന്നൊക്കെ പറയുന്നത് ജനറലി ദേ ആർ ദ ക്വാണ്ടം സിസ്റ്റംസ്. അപ്പോൾ അത്തരത്തിലുള്ള ക്വാണ്ടം സിസ്റ്റങ്ങൾ ഒരു എനർജി ലെവലിൽ നിന്നും മറ്റൊരു എനർജി ലെവലിലേക്ക് ട്രാൻസിഷൻ നടക്കുമ്പോൾ അത്തരത്തിലുള്ള സിസ്റ്റംസിനെ പറ്റി സ്റ്റഡി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറി യൂസ്ഫുൾ ആയിട്ട് വരുന്നു. നോ, നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് 1 പഠിച്ച ചില കാര്യങ്ങളിലേക്ക് ഒരു റിവിഷൻ എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വേരിയസ് പിക്ചേഴ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് പഠിച്ചിരുന്നു. ഷ്രോഡിഞ്ചർ പിക്ചർ, ഹെയ്സൻബർഗ് പിക്ചർ ആൻഡ് ഇൻ്ററാക്ഷൻ പിക്ചർ. അപ്പോൾ വി ഹാവ് സീൻ ദാറ്റ് ദർ ആർ മെനി റെപ്രസെൻറ്റേഷൻ ഓഫ് വേവ് ഫങ്ഷൻസ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് ഇൻ ക്വാണ്ടം മെക്കാനിക്സ്. The connection between the various representations is provided by unitary transformations. അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് 1 പഠിച്ചതാണ്. അതായത് വേവ് ഫംഗ്ഷനെയും ഓപ്പറേറ്ററുകളെയും നമ്മൾ ഡിഫറെൻറ്റ് പിക്ചറുകളിൽ ഡിഫറെൻറ്റ് രീതിയിലാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇതിനെയൊക്കെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഓപ്പറേറ്ററുകൾ ഉപയോഗിക്കും. ആ ഓപ്പറേറ്ററുകൾ എന്ന് പറയുന്നത് യൂഷ്വലി യൂണിറ്ററി ഓപ്പറേറ്റേഴ്സ് ആയിരിക്കും. Now each class of representation, also called a picture, differs from other in the way it treats the time evolution of the system. അപ്പോൾ ഇവിടെയൊക്കെ ഈ റെപ്രസെൻറ്റേഷനിലൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്താണ്? ടൈം ഇവോൾവ് ചെയ്യുന്നതിനനുസരിച്ച് സിസ്റ്റത്തിന് സംഭവിക്കുന്ന ചേഞ്ചിനെ പറ്റിയിട്ടാണ് ഇവിടെ സ്റ്റഡി ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദ ടൈം എവല്യൂഷൻ ഇക്വേഷൻ ഇൻ ക്ലാസിക്കൽ മെക്കാനിക്സ്? അപ്പോൾ നമുക്ക് മെക്കാനിക്സ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, നമുക്ക് മെക്കാനിക്സിൽ നമ്മൾ പ്രധാനമായും ഡീൽ ചെയ്യുന്നത് ടൈം എവല്യൂഷൻ ഇക്വേഷനാണ്. അതായത് ടൈം പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു സിസ്റ്റത്തിന് സംഭവിക്കുന്ന ചേഞ്ച് എന്താണ് എന്നുള്ള സ്റ്റഡിയാണ് പ്രധാനമായും മെക്കാനിക്സിലുള്ളത്. അപ്പോൾ നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സ് എടുത്തു കഴിഞ്ഞാൽ ക്ലാസിക്കൽ മെക്കാനിക്സിലെ ടൈം എവല്യൂഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് അത് ന്യൂട്ടൺസ് ഇക്വേഷൻ തന്നെയാണ്, ന്യൂട്ടൺസ് ലോ ആണ്. അതായത് F=m/d²x/dt². ഇത് ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് എന്താണെന്ന് കിട്ടും. സോ ഹൗ ദിസ് എക്സ് വേരീസ് വിത്ത് ടി. ഓക്കെ, എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് ഇതിനകത്ത് സോൾവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. സോ ഹൗ ദിസ് പൊസിഷൻ വേരീസ് വിത്ത് ടൈം എന്നുള്ളത് ഈ പറഞ്ഞ ന്യൂട്ടൺസ് ലോയിൽ നിന്നും നമുക്ക് ഡിറൈവ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇതാണ് ക്ലാസിക്കൽ മെക്കാനിക്സിലെ ടൈം എവല്യൂഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതേപോലെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ കുറേയധികം ടൈം എവല്യൂഷൻ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ ടൈം എവല്യൂഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആയിരുന്നു. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ തന്നെ നമ്മൾ 2 ഫോമിൽ പഠിച്ചു. ഒന്ന് ടൈം ഇൻഡിപെൻഡൻറ്റും മറ്റൊന്ന് ടൈം ഡിപ്പെൻഡൻറ്റും. ടൈം ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ∇2φ + 2m ∇2ψ. അപ്പോൾ ഈ റെപ്രസെൻറ്റേഷൻ അത് ψ ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ψ ആയാലും φ ആയാലും എന്തെഴുതിയാലും കുഴപ്പമൊന്നുമില്ല. സോ ഹിയർ ഐ ക്യാൻ റീഡ് ഇറ്റ് ആസ് ψ. സോ ∇2ψ of r + 2m/h² e - v × ψ of r = 0 എന്ന് പറയുന്ന ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. അല്ലെങ്കിൽ നമുക്കതിനെ -h² ∇2/2m + v of r × ψ of r = e × ψ of r എന്ന് എഴുതാം. ഇതേപോലെ ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഉണ്ട്. സോ ദാറ്റ് ഈസ് E φ of rt. അതായത് അവിടെ വേവ് ഫംഗ്ഷനും അതേപോലെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ട് മാറി. അല്ലെങ്കിൽ നമ്മൾ കുറേ കൂടി ഡിഫറെൻ്റ് ആയിട്ട്, അതായത് ഇക്കും എച്ചിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓപ്പറേറ്റേഴ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ IH bar ∂/∂t of ψ of rt = -h² ∇2/2m + v of r × ψ of rt എന്ന് എഴുതാം. അപ്പോൾ ഈ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സിലെ ഇക്വേഷൻ ഓഫ് മോഷൻ ആണ്. അതായത് ടൈം പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് സിസ്റ്റത്തിൻ്റെ വേവ് ഫംഗ്ഷന് സംഭവിക്കുന്ന ചേഞ്ച് എന്താണ് എന്ന് ഈ പറഞ്ഞ ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ നിന്ന് നമുക്ക് സ്റ്റഡി ചെയ്യാൻ വേണ്ടി പറ്റും. നൗ in this section we look at the pictures encountered most frequently in quantum mechanics. ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൽ പ്രധാനമായിട്ടും 3 പിക്ചറുകളാണ്: ഷ്രോഡിഞ്ചർ പിക്ചർ, ഹെയ്സൻബർഗ് പിക്ചർ, അതേപോലെ തന്നെ ഇൻ്ററാക്ഷൻ പിക്ചർ. എന്തൊക്കെയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസമെന്ന് നിങ്ങൾക്കറിയാം. ഷ്രോഡിഞ്ചർ പിക്ചർ ഈസ് യൂസ്ഫുൾ വെൻ ഡിസ്ക്രൈബിംഗ് ക്വാണ്ടം ഫിനോമിന വിത്ത് ടൈം ഇൻഡിപെൻഡൻറ്റ് ഹാമിൽട്ടോണിയൻ. അതായത് നമ്മൾ ഷ്രോഡിഞ്ചർ പിക്ചറിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത പറഞ്ഞത്, ഇൻ ഷ്രോഡിഞ്ചർ പിക്ചർ വേവ് ഫംഗ്ഷൻ ഈസ് ടൈം ഡിപ്പെൻഡൻറ്റ് ബട്ട് ഓപ്പറേറ്റേഴ്സ് ആർ ടൈം ഇൻഡിപെൻഡൻറ്റ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഷ്രോഡിഞ്ചർ പിക്ചറിലെ ഓപ്പറേറ്റേഴ്സ് ടൈം ഇൻഡിപെൻഡൻ്റ് ആണ്. ഹാമിൽട്ടോണിയൻ ഒരു ഓപ്പറേറ്ററാണ്. അതുകൊണ്ട് തന്നെ ഷ്രോഡിഞ്ചർ പിക്ചറിൽ നമ്മൾ എടുക്കുന്ന ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ദേ ആർ ടൈം ഇൻഡിപെൻഡൻറ്റ് ഹാമിൽട്ടോണിയൻ ആയിരിക്കും. ഓക്കെ, നൗ ഇവിടെ whereas the interaction and Heisenberg pictures are useful when describing quantum phenomena with a time dependent Hamiltonian. കാരണം ഹെയ്സൻബർഗ് പിക്ചറിലേക്ക് വരുമ്പോൾ എന്താണ് കാര്യം? ഹെയ്സൻബർഗ് പിക്ചറിൽ വേവ് ഫംഗ്ഷൻ ടൈം ഇൻഡിപെൻഡൻറ്റും ഓപ്പറേറ്റർ ടൈം ഡിപ്പെൻഡൻറ്റുമാണ്.
ഇൻ്ററാക്ഷൻ പിക്ചറിലേക്ക് വരുമ്പോൾ വേവ് ഫംഗ്ഷനും ഓപ്പറേറ്ററും ടൈം ഡിപ്പെൻഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഹെയ്സൻബർഗ് പിക്ചറും ഇൻ്ററാക്ഷൻ പിക്ചറിലും ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ടൈം ഡിപ്പെൻഡൻറ്റ് ഹാമിൽട്ടോണിയനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കുകളാണ്. നൗ അടുത്തത് നമ്മൾ ഷ്രോഡിഞ്ചർ പിക്ചറിലേക്കാണ് പോകുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് റിമൈൻഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. In describing quantum dynamics, we have been using so far the Schrodinger picture in which state vectors depend explicitly on time but operators do not. അറിയാം, സ്റ്റേറ്റ് വെക്ടർ ടൈം ഡിപ്പെൻഡൻറ്റും ഓപ്പറേറ്റർ ടൈം ഇൻഡിപെൻഡൻറ്റും ആണെന്നാണ് പറയുക. The time evolution equation in this picture is given by Schrodinger picture time evolution equation എന്തായിരുന്നു? IH bar d by dt of psi of t is equal to h into psi of t. ഇത് മറ്റൊന്നുമല്ല, നമ്മുടെ ഷ്രോഡിഞ്ചർ ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ തന്നെയാണ്. ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആണ് ഷ്രോഡിഞ്ചർ പിക്ചറിലെ ടൈം എവല്യൂഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. വേർ ദി psi ഓഫ് ടി ഡിനോട്ട്സ് ദി സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം ഇൻ ദ ഷ്രോഡിഞ്ചർ പിക്ചർ. ഷ്രോഡിഞ്ചർ പിക്ചറിലെ സ്റ്റേറ്റ് വെക്ടറാണ് ഈ കാണുന്ന psi ഓഫ് ടി എന്ന് പറയുന്നത്. Now, the time evolution of a state, that is get vector psi of t, can be expressed by means of the ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റർ എന്ന് നമുക്ക് വിളിക്കാം. ഈ പറഞ്ഞ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ നമ്മൾ u of t, t0 എന്ന് എഴുതും. അപ്പോൾ ഒരു സ്റ്റേറ്റ് വെക്ടറിൻ്റെ ടൈം എവല്യൂഷൻ ഓപ്പറേറ്ററിൻ്റെ ടേംസിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ദിസ് psi ഓഫ് ടി ഈസ് ഈക്വൽ ടു u of t, t0 psi of t0. psi of t0 എന്ന് പറയുന്നത് t0 എന്ന ഇനീഷ്യൽ ടൈമിലുള്ള സ്റ്റേറ്റ് വെക്ടറാണ്. അപ്പോൾ ഈ t0 എന്ന് പറയുന്ന ടൈമിൽ നിന്നും t എന്ന് പറയുന്ന ടൈമിലേക്ക് എത്തുമ്പോൾ സ്റ്റേറ്റ് വെക്ടറിന് സംഭവിക്കുന്ന ചേഞ്ച് എന്താണെന്നാണ് ഈ ഇക്വേഷൻ അഡ്രസ്സ് ചെയ്യുന്നത്. സോ ദി psi ഓഫ് ടി ഈക്വൽ ടു u of t, t0 ഇൻറ്റു psi of t0 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നമുക്കറിയാം ഇവിടെ u of t, t0 എന്ന് പറയുന്ന ഒരു യൂണിറ്ററി ഓപ്പറേറ്റർ ആയിരിക്കും. ആൻഡ് ദിസ് u of t, t0 ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് e raised to minus I by h bar ഇൻറ്റു h, ദിസ് t മൈനസ് t0 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ h എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ദ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. അപ്പോൾ ഇതൊരു യൂണിറ്ററി ഓപ്പറേറ്റർ ആയിരിക്കും. നമ്മൾ പറഞ്ഞു u of t, t0 എന്ന് പറയുന്നത് ഒരു യൂണിറ്ററി ഓപ്പറേറ്റർ ആണെന്ന് പറഞ്ഞു. യൂണിറ്ററി ഓപ്പറേറ്റർ ആണെങ്കിൽ u ഡാഗർ u എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? I എന്ന് കിട്ടും. സോ ഹിയർ ദിസ് u ഡാഗർ t, t0 ഇൻറ്റു ദിസ് u of t, t0 is equal to I എന്ന് കിട്ടും. നൗ പ്രോപ്പർട്ടീസ് ഓഫ് ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ ആണ്. ടൈം എവല്യൂഷൻ ഓപ്പറേറ്ററിൻ്റെ പ്രധാനപ്പെട്ട 3 പ്രോപ്പർട്ടിയാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, u of t, t എടുത്തു കഴിഞ്ഞാൽ I ആയിരിക്കും. അതായത് സെയിം ടൈം t, t is equal to I, വേർ I എന്ന് പറയുന്നത് നമുക്ക് യൂണിറ്റ് ഓപ്പറേറ്ററാണ്. u ഡാഗർ t, t0 എന്ന് പറയുന്നത് നിങ്ങൾക്ക് u ഇൻവേഴ്സ് ഓഫ് t, t0 എന്നില്ല. കാരണം u ഡാഗർ ഈക്വൽ ടു u ഇൻവേഴ്സ് എന്നുള്ളതാണ് ഒരു ഓപ്പറേറ്റർ യൂണിറ്ററി ആവാനുള്ള കണ്ടീഷൻ. അതേപോലെ u ഇൻവേഴ്സ് ഓഫ് t, t0 if it is equal to this u dagger t, t0 then it can be represented as u of t0, t. അതായത് ഈ വേരിയബിൾസിന് നമ്മൾ അതിൻ്റെ ഓർഡർ റിവേഴ്സ് ചെയ്യാം. u of t0, t എന്ന് എഴുതാം. Now u of t1, t2 into u of t2, t3 ആണെങ്കിൽ ഇത് u of t1, t3 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ ടൈം എവല്യൂഷൻ ഓപ്പറേറ്ററിൻ്റെ പ്രോപ്പർട്ടീസാണ്. നമ്മൾ ആദ്യമേ നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സ് 1 ഡിസ്കഷൻസിൽ നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ കണ്ടുപോയിട്ടുള്ള കാര്യങ്ങളാണ്. Now നമ്മൾ ഹെയ്സൻബർഗ് പിക്ചറിലേക്ക് വരുമ്പോൾ in this picture the state vectors is time independent. ഹെയ്സൻബർഗ് പിക്ചറിലെ സ്റ്റേറ്റ് വെക്ടേഴ്സ് എന്ന് പറയുന്നത് they are time independent. Now but ഓപ്പറേറ്റർ എങ്ങനെയാണ്? ഓപ്പറേറ്റർ ഈസ് ടൈം ഡിപ്പെൻഡൻറ്റ്. സോ നമ്മൾ ഹെയ്സൻബർഗ് പിക്ചറിലെ ഓപ്പറേറ്ററിനെ സപ്പോസ് നമ്മൾ phi h എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അതായത് സ്റ്റേറ്റ് വെക്ടർ ഇൻ ഹെയ്സൻബർഗ് പിക്ചർ psi h എന്ന് ഡിനോട്ട് ചെയ്യുന്നു. സോ ദ ഹെയ്സൻബർഗ് പിക്ചർ ഫ്രം ഷ്രോഡിഞ്ചർ പിക്ചർ എങ്ങനെയാണ് ഇതിനെ തമ്മിൽ, ഈ ഹെയ്സൻബർഗ് പിക്ചറിനെ ഷ്രോഡിഞ്ചർ പിക്ചറിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഷ്രോഡിഞ്ചർ പിക്ചറിലെ സ്റ്റേറ്റ് വെക്ടർ psi of t എന്ന് പറയുന്നത് u of t, t0 psi of t0 ആണെന്നറിയാം. ദാറ്റ് ഈസ് u ഡാഗർ t, t0 ഇൻറ്റു psi of t ഈക്വൽ ടു u ഡാഗർ t. അതായത് നമ്മൾ ചെയ്ത് ഇത്രയേ ഉള്ളൂ, മേളിൽ കിടക്കുന്ന ഇക്വേഷൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും നമ്മൾ ഈ u ഡാഗർ t, t0 കൊണ്ട് പ്രീ ഓപ്പറേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് u ഡാഗർ t, t0 psi of t എന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും u ഡാഗർ t, t0 u of t, t0 ഇൻറ്റു psi of t0 എന്ന റൈറ്റിലും കിട്ടും. u എന്ന് പറയുന്ന ഒരു യൂണിറ്ററി ഓപ്പറേറ്റർ ആയതുകൊണ്ട് ഈ കാണുന്ന u ഡാഗർ u I വരും. അപ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ phi of t0 മാത്രം മതി. അപ്പോൾ ദിസ് u ഡാഗർ t, t0 ഇൻറ്റു psi of t എന്ന് പറയുന്നത് നമുക്ക് psi of t0 ആണെന്ന് കിട്ടും. Now let this u dagger t, t0 into psi of t is equal to psi of t0 എന്ന് കിട്ടി. അതിനെ നമ്മൾ psi of t in ഹെയ്സൻബർഗ് പിക്ചർ എന്ന് എടുത്തു. അതായത് എന്താണ്,
സൈ ഓഫ് ടി സീറോ എന്ന് പറയുന്നത് ഷ്രോഡിഞ്ചർ പിക്ചറിലെ ഇനീഷ്യൽ ടൈം ടി സീറോയിലുള്ള സ്റ്റേറ്റ് വെക്ടറാണ്. അതിനെ യു ഡാഗർ ടി കോമ ടി സീറോ സൈ ഓഫ് ടി എന്ന് എഴുതാമെന്നാണ് പറഞ്ഞത്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹൈസൻബർഗ് പിക്ചറിലുള്ള സ്റ്റേറ്റ് വെക്ടർ സൈ ഓഫ് ടി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ദാറ്റ് സൈ ഓഫ് ടി ഇൻ ഹൈസൻബർഗ് പിക്ചർ എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. നൗ അഗെയിൻ വി ഹാവ് നമ്മൾ ഷ്രോഡിഞ്ചർ പിക്ചറിൽ പറഞ്ഞിരുന്നു യു ഓഫ് ടി കോമ ടി സീറോ യൂണിറ്ററി ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഇ റൈസ് ടു മൈനസ് ഐ ബൈ എച്ച് ബാർ എച്ച് ഇൻറ്റു ടി മൈനസ് ടി സീറോ എന്ന് എഴുതാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ടി സീറോയ്ക്ക് പകരം ഇതിൽ സീറോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് യു ഓഫ് ടി കോമ ടി സീറോ ആണ്. അതായത് ഇനീഷ്യൽ ടൈം സീറോ ആണെന്ന് സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് യു ഓഫ് ടി എന്താണെന്ന് കിട്ടും. അപ്പോൾ ഈ ടി സീറോയ്ക്ക് പകരം സീറോ കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് ഇ റൈസ് ടു മൈനസ് ഐ ബൈ എച്ച് ബാർ എച്ച് ടി എന്ന് കിട്ടും. ആൻഡ് ദിസ് ഇംപ്ലൈസ് യു ഓഫ് ടി ഇതാണെങ്കിൽ യു ഡാഗർ, ഇതിൻ്റെ ഹെർമീഷൻ അഡ്ജോയിൻ്റ് എടുത്ത് എന്ത് വരും, ഇ റൈസ് ടു ഐ ബൈ എച്ച് ബാർ, എച്ചിൻ്റെ ഡാഗർ എച്ച് തന്നെയായിരിക്കും, കാരണം ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ഇസ് എ ഹെർമീഷ്യൻ ഓപ്പറേറ്ററാണ്. സോ ഇ റൈസ് ടു ഐ ബൈ എച്ച് ബാർ എച്ച് ഇൻറ്റു ടി എന്ന് കിട്ടും. നോ സൈ ഓഫ് ടി എച്ച് ഹൈസൻബർഗ് പിക്ചറിലെ സ്റ്റേറ്റ് വെക്ടർ എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുമ്പ് അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് സൈ ഓഫ് ടി എച്ച് എന്ന് പറയുന്നത് യു ഡാഗർ ടി കോമ ടി സീറോ സൈ ഓഫ് ടി ആണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ യു ഡാഗർ ടി കോമ ടി സീറോ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ ഇവിടെ. അതായത് സൈ ഓഫ് ടി എച്ച് എന്ന് പറഞ്ഞാൽ ഇതാണ് യു ഡാഗർ ടി കോമ ടി സീറോ, അത് ഇൻറ്റു സൈ ഓഫ് ടി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സൈ ഓഫ് ടി എന്ന് പറയുന്നത് ഹൈസൻബർഗ് പിക്ചറിലെ സ്റ്റേറ്റ് വെക്ടറാണ്. ഈ സൈ ഓഫ് ടി എച്ച് എന്ന് പറയുന്നത് സൈ ഓഫ് ടി എന്ന് പറയുന്നത് ഷ്രോഡിഞ്ചർ പിക്ചറിലെ സ്റ്റേറ്റ് വെക്ടറാണ്. ഇത് എന്താണ്, ഹൈസൻബർഗ് പിക്ചറിലെ സ്റ്റേറ്റ് വെക്ടറാണ്. സിൻസ് ദിസ് സൈ ഓഫ് ടി എച്ച് ഹാസ് നോ ടൈം ഡിപ്പെൻഡൻസ്, അത് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, ഹൈസൻബർഗ് പിക്ചറിൽ എന്തില്ല, സ്റ്റേറ്റ് വെക്ടർ ടൈം ഡിപ്പെൻഡൻസ് ഇല്ല, അല്ലെങ്കിൽ അത് ടൈം ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സൈ ഓഫ് ടി എച്ച് എന്ന് എഴുതുന്നതിന് പകരം സിംപ്ലി സൈ എച്ച് എന്ന് റെപ്രസെൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ കാരണം എന്താണ്, ടൈം ഡിപ്പെൻഡൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഡി ബൈ ഡി ടി ഓഫ് സൈ എച്ച് എടുത്തു കഴിഞ്ഞാൽ ഈക്വൽ ടു എന്ത് കിട്ടും, സീറോ കിട്ടും, ബിക്കോസ് ഇറ്റ് ഹാസ് നോ ടൈം ഡിപ്പെൻഡൻസ്. നോ ഈ ഹൈസൻബർഗ് പിക്ചറിലെ ഓപ്പറേറ്ററിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞു. സോ ഓപ്പറേറ്റർ ഇൻ ഹൈസൻബർഗ് പിക്ചർ എ എച്ച് ഓഫ് ടി ഇസ് ഈക്വൽ ടു യു ഡാഗർ ടി എ ഇൻറ്റു യു ഓഫ് ടി. അപ്പോൾ യു ഡാഗർ ടിയും യു ഓഫ് ടി എന്നൊക്കെ പറയുന്നത് ഷ്രോഡിഞ്ചർ പിക്ചറിലെ, ഈ എ എന്ന് പറയുന്നത് ഷ്രോഡിഞ്ചർ പിക്ചറിലെ ഓപ്പറേറ്ററാണ്. എ എച്ച് ഓഫ് ടി എന്ന് പറയുന്നത് ഹൈസൻബർഗ് പിക്ചറിലെ ഓപ്പറേറ്ററാണ്. അതിനെ നമ്മൾ യൂണിറ്ററി ഓപ്പറേറ്റർ യുവിൻ്റെ ടേംസിൽ, അല്ലെങ്കിൽ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ യുവിൻ്റെ ടേംസിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണിത്. ഇനി നമ്മൾ നേരത്തെ യു ഓഫ് ടിയും യു ഡാഗർ ടിയും കണ്ടുവച്ചിട്ടുണ്ട്. യു ഓഫ് ടി എന്ന് പറയുന്നത് ഇ റൈസ് ടു മൈനസ് ഐ ബൈ എച്ച് ബാർ എച്ച് ടി ആണ്. അതേസമയം യു ഡാഗർ എന്ന് പറയുന്നത് ഇ റൈസ് ടു പ്ലസ് ഐ ബൈ എച്ച് ബാർ എച്ച് ടി ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നൗ ദ ഹൈസൻബർഗ് ഇക്വേഷൻ ഓഫ് മോഷൻ ഓർ ടൈം എവല്യൂഷൻ ഇക്വേഷൻ. അപ്പോൾ ഹൈസൻബർഗ് നമ്മൾ പറഞ്ഞ ഷ്രോഡിഞ്ചർ പിക്ചറിൻ്റെ കേസിൽ ടൈം എവല്യൂഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് അത് ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ ഹൈസൻബർഗ് പിക്ചറിലെ ഓപ്പറേറ്ററിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നതാണ് ഡി ബൈ ഡി ടി ഓഫ് എ എച്ച് ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 ബൈ ഐ എച്ച് ബാർ ഇൻറ്റു കമ്മ്യൂട്ടേറ്റർ എ എച്ച് എച്ച്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്വാണ്ടം മെക്കാനിക്സ് 1 ഡിറൈവ് ചെയ്തെടുത്തതാണ്. നൗ നമ്മൾ ഇൻട്രാക്ഷൻ പിക്ചറിലേക്ക് വരുമ്പം, ഇൻട്രാക്ഷൻ പിക്ചറിനെ നമുക്ക് ഡിറാക് പിക്ചർ എന്നുകൂടി വിളിക്കാം. ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു ഡിസ്ക്രൈബ് ക്വാണ്ടം ഫിനോമിന വിത്ത് ഹാമിൽട്ടോണിയൻസ് ദാറ്റ് ഡിപ്പെൻഡ് എക്സ്പ്ലിസിറ്റ്ലി ഓൺ ടൈം. അപ്പം ടൈം ഡിപ്പെൻഡൻറ്റ് ഹാമിൽട്ടോണിയനെ ഡീൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു പിക്ചറാണ് ഈ പറഞ്ഞ ഇൻട്രാക്ഷൻ പിക്ചർ എന്ന് പറയുന്നത്. ഈ പിക്ചറിൽ എന്താണ്, സ്റ്റേറ്റ് വെക്ടറും ഓപ്പറേറ്ററും ടൈം ഡിപ്പെൻഡൻ്റ് ആണ്. ഹിയർ ബോത്ത് സ്റ്റേറ്റ് വെക്ടേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് ഇവോൾവ് ഇൻ ടൈം. We need therefore to find the equation of motion for the state vectors and for the operator. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് ഇക്വേഷൻ ഓഫ് മോഷൻ ഉണ്ടാവും. ഷ്രോഡിഞ്ചർ പിക്ചറിലെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് സ്റ്റേറ്റ് വെക്ടറാണ്. ഹൈസൻബർഗ് പിക്ചറിലെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് ഓപ്പറേറ്ററാണ്. അതേസമയം ഇൻട്രാക്ഷൻ പിക്ചറിൽ സ്റ്റേറ്റ് വെക്ടറും ഓപ്പറേറ്ററും ടൈം ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ട് വി ഹാവ് ടു ഇക്വേഷൻസ് ഓഫ് മോഷൻ, വൺ ഇൻ ടേംസ് ഓഫ് സ്റ്റേറ്റ് വെക്ടർ ആൻഡ് അതർ ഇൻ ടേംസ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ആയിരിക്കും. Now സ്റ്റേറ്റ് വെക്ടറിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് ആദ്യം പറയുന്നത്. So the state vectors in interaction picture are defined in terms of Schrodinger state psi of t. അപ്പോൾ Schrodinger state vector psi of t യുടെ ടേംസിൽ ഇൻട്രാക്ഷൻ പിക്ചറിലെ സ്റ്റേറ്റ് വെക്ടറിനെ നമുക്ക് ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് psi of t in interaction picture is equal to e raised to i by h bar, അതായത് യു ഡാഗർ e raised to i by h bar h0 t into psi of t എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. Now when t equal to 0 ആവുമ്പോൾ, അതായത് നമ്മുടെ തൊട്ട് മുമ്പത്തെ ഇക്വേഷൻ നോക്കിയാൽ മതി. ടി ഈക്വൽ ടു 0 ആകുമ്പോൾ നിങ്ങൾക്ക് ഈ ഇക്വേഷനിൽ ടിക്ക് പകരം എന്ത് കൊടുക്കാം, 0 എന്ന് കൊടുക്കാം. അങ്ങനെ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈ ഓഫ് 0 i ഇസ് ഈക്വൽ ടു സൈ ഓഫ് 0, അതായത് ഷ്രോഡിഞ്ചർ പിക്ചറിലെ സ്റ്റേറ്റ് വെക്ടർ
at t equal to 0 is same as that of the interaction picture state vector at t equal to 0 ആണ്. Now let the Hamiltonian in the interaction picture be. അപ്പോൾ ഇൻട്രാക്ഷൻ പിക്ചറിലെ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് സപ്പോസ് നമ്മൾ h is equal to some h0 plus v എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതിൽ h0 എന്ന് പറയുന്ന ഒരു ടൈം ഇൻഡിപെൻഡൻറ്റ് പാർട്ടും v എന്ന് പറയുന്നത് മേ ഡിപ്പെൻഡ് ഓൺ ടൈം. അപ്പോൾ നമുക്കറിയാം ഇൻട്രാക്ഷൻ പിക്ചറിലെ ഓപ്പറേറ്റർ ടൈം ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഇൻട്രാക്ഷൻ പിക്ചറിലെ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ടൈം ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ ആ ടൈം ഡിപ്പെൻഡൻ്റ് ഓപ്പറേറ്റർ എച്ചിനെ നമ്മൾ h0 എന്ന് പറയുന്ന ഒരു ടൈം ഇൻഡിപെൻഡൻറ്റ് പാർട്ടും v എന്ന് പറയുന്ന ഒരു ടൈം ഡിപ്പെൻഡൻറ്റ് പാർട്ടുമായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. നൗ നമ്മൾ ഇവിടെ ഇക്വേഷൻ 1 എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻപ് കണ്ടതാണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ 1. ഇക്വേഷൻ 1നെ നമ്മൾ എന്ത് ചെയ്യുന്നു, വിത്ത് റെസ്പെക്ട് ടു t നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം നമുക്കിങ്ങനെ കിട്ടും d/dt ഓഫ് ദി psi ഓഫ് ti is equal to അവിടെ e raised to I by h bar h0 t ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ I by h bar h0 ഇൻറ്റു e raised to I by h bar h0 t psi of t എന്ന് വരും. പ്രോഡക്റ്റ് റൂൾ വെച്ചിട്ടാണ്. സോ പ്ലസ് നൗ e raised to I by h bar h0 t ഇൻറ്റു d/dt ഓഫ് psi of t എന്ന് കിട്ടും. അപ്പോൾ നമ്മളിവിടെ പ്രോഡക്റ്റ് റൂൾ വെച്ച് വിത്ത് റെസ്പെക്ട് ടു t നമ്മളിതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. നൗ ഇപ്പോൾ കിട്ടിയ ഇക്വേഷനെ രണ്ട് സൈഡിൽ നമ്മൾ IH ബാർ കൊണ്ട് കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ IH ബാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരിക. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് IH ബാർ d/dt ഓഫ് psi ഓഫ് ti ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുമ്പം ന്യൂമറേറ്ററിൽ ഒരു h ബാറും താഴത്തെ ഒരു h ബാറും തമ്മിൽ ക്യാൻസൽ ആവും. I ഇൻറ്റു I സ്ക്വയർ -1 വരും. സോ -h0 e raised to I by h bar h0 t ഇൻറ്റു phi ഓഫ് t പ്ലസ് സെക്കൻഡ് ടൈമിൽ IH ബാർ ഇൻറ്റു e raised to I by h bar h0 t ഇൻറ്റു d/dt ഓഫ് psi ഓഫ് t എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് IH ബാർ d/dt ഓഫ് psi ഓഫ് ti ഈക്വൽ ടു -h0 e raised to I by h bar h0 t psi ഓഫ് t പ്ലസ് e raised to I by h bar h0 t ഇൻറ്റു d/dt ഓഫ്, ഞാൻ ഈ IH ബാറിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്തു, d/dt ഓഫ് IH ബാർ psi ഓഫ് t എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് IH ബാർ ഇൻറ്റു d/dt ഓഫ് psi ഓഫ് ti ഈസ് ഈക്വൽ ടു -h0 psi ഓഫ് ti പ്ലസ് e raised to I by h bar h0 t ഇൻറ്റു ഇതിനെ നമുക്ക്, അതായത് IH ബാർ d/dt ഓഫ് psi ഓഫ് t എന്ന് പറയുന്നത് h psi ഓഫ് t ആണ്. കാരണം ഇത് ഷ്രോഡിഞ്ചർ പിക്ചറിലെ ഇക്വേഷൻ ഓഫ് മോഷൻ വെച്ച് ഇത് d/dt ഓഫ് IH ബാർ psi ഓഫ് t അല്ലെങ്കിൽ ഇത് IH ബാർ ഇൻറ്റു d/dt ഓഫ് psi ഓഫ് t എന്നാണ് എടുക്കുന്നതെങ്കിൽ അത് ഈക്വൽ ടു h psi ഓഫ് t ആണ്. അപ്പോൾ ഈ ഒരു ടേം, ഓക്കെ, ഈ ഒരു ടേമിന് പകരം നമ്മളിവിടെ h psi ഓഫ് t എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നൗ ഇവിടെ ഈ കാണുന്നത് e raised to I by h bar h0 t ഇൻറ്റു psi ഓഫ് t എന്ന് പറയുന്നത് psi ഓഫ് t i ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ കാണുന്ന e raised to I by h bar h0 t psi ഓഫ് t എന്ന് പറയുന്ന ഇതിനെ എന്ത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു, സിംപ്ലി psi ഓഫ് t i എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, സോ കാരണം ഇതിൻ്റെ കേസാണ് പറയുന്നത്. IH ബാർ d/dt ഓഫ് psi ഓഫ് t എന്ന് പറയുന്നത് h psi ഓഫ് t ആണ്. അങ്ങനെയാണ് ഇവിടെ ഈ പറഞ്ഞ h psi ഓഫ് t വന്നത്. നൗ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 2 ഇൻ ഇക്വേഷൻ 3. നമ്മുടെ ഇക്വേഷൻ 2 എന്തായിരുന്നു? ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ 2. അതായത് നമ്മൾ ഹാമിൽട്ടോണിയനെ ടൈം ഡിപ്പെൻഡൻറ്റ് ഹാമിൽട്ടോണിയനെ ടൈം ഇൻഡിപെൻഡൻറ്റ് പാർട്ട് h0 പ്ലസ് ഒരു ടൈം ഡിപ്പെൻഡൻറ്റ് പാർട്ട് v എന്ന് എഴുതിയത്. അപ്പോൾ ഈ പറഞ്ഞ എച്ചിന് പകരം നമ്മൾ h0 പ്ലസ് v എന്ന് ഇക്വേഷൻ 3യിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ ലാസ്റ്റ് കാണുന്ന എച്ചിന് പകരം നമുക്ക് h0 പ്ലസ് v ഓഫ് t എന്ന് കൊടുക്കാം. ഓക്കെ, ബാക്കി എല്ലാ ടേമും അതേപോലെ തന്നെ നിൽക്കും. നൗ ദിസ് ഈസ് ഈക്വൽ ടു നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ്, അപ്പോൾ h0 ഇൻറ്റു psi ഓഫ് ti പ്ലസ് e raised to I by h bar h0 t ഇൻറ്റു h0 psi ഓഫ് t, അതായത് ഈ ബ്രാക്കറ്റ് വെച്ച് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഡ് ചെയ്ത് ഇതിനെ രണ്ട് ടേം ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. നൗ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് ടേം -h0 psi ഓഫ് ti പ്ലസ് h0 ഇൻറ്റു e raised to I by h bar h0 t ഇൻറ്റു psi ഓഫ് t. ഇതിൻ്റെ ഓർഡർ റിവേഴ്സ് ചെയ്യാം. കാരണം എന്താണ്, ഇതിപ്പോൾ നമുക്ക് ദേ ആർ കമ്മ്യൂട്ടിങ് ഓപ്പറേറ്റേഴ്സ് ആണ് h0യും. കാരണം ഇത് h0 എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്ററാണ്, ഇത് h0യുടെ ഒരു ഫംഗ്ഷൻ വരുന്ന ഓപ്പറേറ്ററാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കമ്മ്യൂട്ടേറ്റർ f ഓഫ് a എന്ന് പറയുന്നത് ഈക്വൽ ടു f ഓഫ് a ആണ്. ആൻഡ് ഓപ്പറേറ്റർ കമ്മ്യൂട്ട്സ് വിത്ത് ഇറ്റ്സ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓർഡർ നമുക്ക് തിരിച്ചെഴുതാം. അപ്പോൾ h0 ഇൻറ്റു e raised to I by h bar h0 t psi ഓഫ് t എന്ന് എഴുതാം. പ്ലസ് ഇവിടെ e raised to I by h bar h0 t ഇൻറ്റു v ഓഫ് t psi ഓഫ് t എന്ന് വരും.
നൗ ഫസ്റ്റ് ടേം നേരത്തെ ടേം തന്നെ മൈനസ് എച്ച് സീറോ സൈ ഓഫ് ടി ഐ പ്ലസ് അടുത്ത ടേം എന്ന് പറയുന്നത് ഈ ഇ റൈസ് ടു ഐ ബൈ എച്ച് ബാർ എച്ച് സീറോ ടി ഇൻറ്റു സൈ ഓഫ് ടി എന്ന് പറയുന്നത് നമുക്ക് സൈ ഓഫ് ടി ഐ ആണെന്ന് വിളിക്കും. നൗ നെക്സ്റ്റ് ടേം വരുമ്പോൾ ഇവിടെ ഇ റൈസ് ടു ഐ ബൈ എച്ച് ബാർ എച്ച് സീറോ ടി വി ഓഫ് ടി സൈ ഓഫ് ടി അതേപോലെ തന്നെ എഴുതും. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഐ എച്ച് ബാർ ഡി ബൈ ഡി ടി ഓഫ് സൈ ഓഫ് ടി ഐ ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു ഐ ബൈ എച്ച് ബാർ എച്ച് സീറോ ടി ഇൻറ്റു വി ഓഫ് ടി സൈ ഓഫ് ടി ആണെന്ന് എഴുതാം. ഓക്കെ, കാരണം എന്താണ്, ഇവിടുത്തെ ഈ മൈനസ് ടേമും ഇവിടുത്തെ ഈ പ്ലസ് ടേമും തമ്മിൽ എന്തായി പോയിക്കോളും, ദേ വിൽ ക്യാൻസൽ ഈച്ച് അതർ. അപ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈ ഒരൊറ്റ ടേം മാത്രമേ ഉള്ളൂ, ഇത് മാത്രം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് ഐ എച്ച് ബാർ ഡി ബൈ ഡി ടി സൈ ഓഫ് ടി. സോ നമുക്ക് ഈ പറഞ്ഞ ഇക്വേഷൻ ഈ രീതിയിലേക്ക് ഇട്ട് ഇക്വേഷൻ 4 കിട്ടും. ഇനി നമുക്ക് ഇ റൈസ് ടു ഐ ബൈ എച്ച് ബാർ എച്ച് സീറോ ടി ഇൻറ്റു വി ഓഫ് ടിനെ നമുക്ക് ഇ റൈസ് ടു ഐ ബൈ എച്ച് ബാർ എച്ച് സീറോ ടി വി ഓഫ് ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ ബൈ എച്ച് ബാർ എച്ച് സീറോ ടി ഇൻറ്റു ഇ റൈസ് ടു ഐ ബൈ എച്ച് ബാർ എച്ച് സീറോ ടി. ഓക്കെ, കാരണം ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഐ ആണ് കിട്ടുക. സോ നമ്മൾ ഈ ഓപ്പറേറ്ററിൻ്റെ അതായത് ഒരു യു ഡാഗർ യു കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇത് ഡിഫറൻസ് ഒന്നും വരുന്നില്ല, കാര്യം സെയിം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ ഇ റൈസ് ടു ഐ ബൈ എച്ച് ബാർ എച്ച് സീറോ ടി ഇൻറ്റു വി ഓഫ് ടി ഈസ് ഈക്വൽ ടു നൗ ഇതെന്ത് വരും, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു യു ഡാഗർ ഇൻറ്റു എ ഇൻറ്റു യു എന്ന് പറയുന്നത് എ ഐ ഓഫ് ടി ആണെന്ന് പറഞ്ഞിരുന്നു. അതായത് ഇവിടെ ഷ്രോഡിഞ്ചർ പിക്ചറിലുള്ള ഓപ്പറേറ്റർ എടുത്ത് അതിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും നമ്മൾ യുവും യു ഡാഗറും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്ററാക്ഷൻ പിക്ചറിലുള്ള ഓപ്പറേറ്റർ കിട്ടും. സോ നമുക്ക് ഈ ടേമിനെ, ഇത്രയും വരുന്ന ഈ ടേമിനെ എന്ത് ചെയ്യാം, നമുക്ക് വി ഐ ഓഫ് ടി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇ റൈസ് ടു ഐ ബൈ എച്ച് ബാർ എച്ച് സീറോ ടി ഇൻറ്റു വി ഓഫ് ടി ഈസ് ഈക്വൽ ടു വി ഐ ഓഫ് ടി ഇൻറ്റു ഇ റൈസ് ടു ഐ ബൈ എച്ച് ബാർ എച്ച് സീറോ ടി എന്ന് കിട്ടും. വേർ ദിസ് വി ഐ ഓഫ് ടി ഈസ് ഈക്വൽ ടു ദിസ് ഇസ് ദ ഇക്വേഷൻ 5. നൗ ഇക്വേഷൻ 4 ഹാസ് ദ ഫോം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 4നെ എങ്ങനെ എഴുതാം, ഐ എച്ച് ബാർ ഡി ബൈ ഡി ടി സൈ ഓഫ് ടി ഐ ഈക്വൽ ടു വി ഐ ഓഫ് ടി ഇൻറ്റു ഇ റൈസ് ടു ഐ ബൈ എച്ച് ബാർ എച്ച് സീറോ ടി ഇൻറ്റു സൈ ഓഫ് ടി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഐ എച്ച് ബാർ ഡി ബൈ ഡി ടി ഓഫ് സൈ ഓഫ് ടി ഐ ഈസ് ഈക്വൽ ടു വി ഐ ഓഫ് ടി ഇൻറ്റു ഇതെന്താണ്, ഇ റൈസ് ടു ഐ ബൈ എച്ച് ബാർ എച്ച് സീറോ ടി ഇൻറ്റു സൈ ഓഫ് ടി എന്ന് പറയുന്നത് സൈ ഓഫ് ടി ഐ ആണ്. ഇത് ഷ്രോഡിഞ്ചർ പിക്ചറിലുള്ള സ്റ്റേറ്റ് വെക്ടറിനെ ഇൻട്രാക്ഷൻ പിക്ചറിലുള്ള സ്റ്റേറ്റ് വെക്ടറിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ്. സോ വാട്ട് ഈസ് ദിസ്? അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമ്പർ 6 എന്ന് പറയുന്നതാണ് ഇൻട്രാക്ഷൻ പിക്ചറിലെ ടൈം എവല്യൂഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ ടൈം എവല്യൂഷൻ ഇക്വേഷൻ ഇൻ ദി ഇൻറ്ററാക്ഷൻ പിക്ചർ. അപ്പോൾ നമുക്ക് ഷ്രോഡിഞ്ചർ പിക്ചറിലെ ടൈം എവല്യൂഷൻ ഇക്വേഷൻ അറിയാമല്ലോ, അതിനോട് വളരെ സിമിലർ ആയിട്ടുള്ളൊരു ഇക്വേഷനാണിത്. സ്റ്റേറ്റ് വെക്ടറിന് പകരം നമ്മൾ ഇൻറ്ററാക്ഷൻ പിക്ചറിലുള്ള സ്റ്റേറ്റ് വെക്ടർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതുപോലെ ഇവിടെയുള്ളത് ടൈം ഡിപ്പെൻഡൻറ്റ് പാർട്ട് മാത്രമാണ് വരിക. നമ്മൾ ആദ്യം എച്ചിനെ എച്ച് സീറോ പ്ലസ് വി ഓഫ് ടി എന്ന് എഴുതിയിരുന്നല്ലോ. അപ്പോൾ അതിലെ ആ ടൈം ഡിപ്പെൻഡൻറ്റ് പാർട്ടാണ് നമുക്കിവിടെ ഓപ്പറേറ്ററായിട്ട് വരിക. അപ്പം നമ്മളിത് കമ്പയർ ചെയ്ത് നോക്കുക. ഇത് ഷ്രോഡിഞ്ചർ പിക്ചറിലെ ഇക്വേഷൻ ഓഫ് മോഷനും ഇക്വേഷൻ 6 എന്ന് പറയുന്നത് ഇൻട്രാക്ഷൻ പിക്ചറിലെ ഇക്വേഷൻ ഓഫ് മോഷനുമാണ്. ഇൻട്രാക്ഷൻ പിക്ചറിലെ സ്റ്റേറ്റ് വെക്ടറിൻ്റെ കേസാണ് ഇപ്പം പറഞ്ഞത്. ഇതേപോലെ ഓപ്പറേറ്ററിൻ്റെ കേസിലേക്ക് വരുമ്പം നമുക്ക് എ ഐ ഓഫ് ടി എന്ന് പറയുന്നത് ഇ റൈസ് ടു ഐ ബൈ എച്ച് ബാർ എച്ച് സീറോ ടി ഇൻറ്റു എ ഓഫ് ടി ഇ റൈസ് ടു മൈനസ് ഐ ബൈ എച്ച് ബാർ എച്ച് സീറോ ടി എന്ന് എഴുതാം. ഇത് ഇൻട്രാക്ഷൻ പിക്ചറിലെ ഓപ്പറേറ്ററും ഇത് ഷ്രോഡിഞ്ചർ പിക്ചറിലെ ഓപ്പറേറ്ററുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈം എവല്യൂഷൻ ഇക്വേഷൻ, ഇതിൻ്റെ ടൈം എവല്യൂഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡി ബൈ ഡി ടി ഓഫ് എ ഓഫ് ടി ഈക്വൽ 1 ബൈ ഐ എച്ച് ബാർ ഇൻറ്റു കമ്മ്യൂട്ടേറ്റർ എ ഓഫ് ടി എച്ച് സീറോ എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് പ്രധാനമായിട്ടും 3 പിക്ചേഴ്സ് പറഞ്ഞു. ഷ്രോഡിഞ്ചർ പിക്ചർ, ഹൈസൻബർഗ് പിക്ചർ, ഇൻട്രാക്ഷൻ പിക്ചർ, അതിൻ്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻ പറഞ്ഞു. പിന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞത് ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറി എന്ന് പറയുന്നത് ടൈം ഡിപ്പെൻഡൻറ്റ് ഹാമിൽട്ടോണിനെ ഡീൽ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ഒരു അപ്രോക്സിമേഷൻ മെത്തേഡാണ്. പെർട്ടർബേഷൻ തിയറി എന്ന് പറയുന്നത് ഒരു അപ്രോക്സിമേഷൻ മെത്തേഡാണ്. അതിൽ തന്നെ ടൈം ഇൻഡിപെൻഡൻറ്റ് മെത്തേഡും ഉണ്ട്, ടൈം ഡിപ്പെൻഡൻറ്റ് മെത്തേഡും ഉണ്ട്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റംസ് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റംസ് ആർ ഹാവിങ് ദ ഹാമിൽട്ടോണിയൻസ് ടൈം ഡിപ്പെൻഡൻറ്റ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സിസ്റ്റംസിനെ നമ്മളൊരു അപ്രോക്സിമേഷൻ മെത്തേഡ് വെച്ച് ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് ദ ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറി. ഓക്കെ, സോ അതിലേക്കുള്ള ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട 3 പിക്ചറുകളെ പറ്റി നമ്മൾ റിവൈസ് ചെയ്യുന്നത്. സോ ഫ്രം ദ നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് വി വിൽ go for more details about this time dependent perturbation theory. Okay, thank you.